ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അത് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതിലിട്ടിട്ടൊന്ന് പതുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അല്ല, അതിൻ്റെ ചെറിയതായിട്ട് കളറ് മാറി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. വഴുതനങ്ങയൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ചീനച്ചട്ടി തന്നെയാണ് ഇവിടെ വച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ചൂടായി കിടക്കണതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചാൽ സവോള 2 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളിയും വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചാണ് ചോപ്പ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് എരിവിനായിട്ട് പച്ചമുളക് 2 ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളക്. ഈ ഉപ്പ് നീരും കൂടി ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് നീര് ഞാനിതുപോലെ ഉപ്പ് കല്ലിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അലിയിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് കടിക്കും നമ്മൾ കറിയിൽ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മസാല കുറച്ച് മാത്രം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പച്ചമുളക് ഇട്ടാണതുകൊണ്ട് പൊടികളുടെയൊക്കെ പച്ചപ്പൊന്ന് മാറാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.